ഷേ ഇതെന്തൊട്ട് ഡ്രസ്സാ അത്? എന്തടി ഭംഗിയില്ലേ? കണ്ടിട്ടെങ്കിൽ ചിരി വരിക. നീ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടണ്ടാ, ഒരു വൃത്തിയില്ലേ കാണാനായിട്ട്. അയ്യോ നിനക്ക് വിഷമായി ഞാൻ പറഞ്ഞത്. ഞാൻ അല്ലെങ്കിൽ അങ്ങനെയായിട്ട് എൻ്റെ മനസ്സിൽ വരുന്നത് ഞാൻ അപ്പം അങ്ങോട്ട് പറയാം. എനിക്ക് ഒരാളെയും പേടിയില്ല, അതെൻ്റെ ഒരു ശീലടി. നീ ഇങ്ങോട്ട് വായോ, എൻ്റെ മീൻ കറി അടപ്പത്താ. ഇന്ന് മീൻ കറി അടി ലേശം തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓ എന്തൊരു പുളി അത്. ഷോ എൻ്റെ വീട്ടിലൊക്കെയാണെങ്കിൽ മീൻ കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിലല്ല അങ്ങനെ ചട്ടി എടുത്ത് അങ്ങോട്ട് പുറത്തേക്ക് എറിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമല്ല അത്ര പുളി. അതിന് ഞാനിത് നിൻ്റെ അങ്ങേർക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, എൻ്റെ വീട്ടിലേക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. ചെന്തൊട്ട ഈ പാത്രങ്ങൾ വെച്ചേക്കണത് എനിക്കിഷ്ടേ ആയില്ല കേട്ടാ. ഇതാരുടെ ഐഡിയ? എൻ്റെ പൊന്നു മിനിയെ, നിനക്കിത് ഇഷ്ടമായില്ലെങ്കിലേ നീ നിൻ്റെ വീട്ടിൽ വെക്കണ്ട. ഞാൻ നിന്നെ നിർബന്ധിച്ചാ ഇത് നിൻ്റെ വീട്ടിൽ വെക്കാൻ പറഞ്ഞിട്ട്? പിന്നെന്താ നിൻ്റെ പ്രശ്നം? ഈ മനസ്സിലുള്ള കാര്യം അങ്ങോട്ട് തുറന്നു പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അതിനെ ബോധമില്ലായ്ക എന്നാണ് നമ്മൾ പറയാട്ടാ. നിന്നെ പോലെ കുറച്ച് ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട്. അവർ പറയാൻ എന്താണെന്നറിയോ, എനിക്ക് ആരും പേടിയില്ല, എൻ്റെ മനസ്സിൽ വരുന്നത് ഞാൻ അങ്ങോട്ട് പറയുന്നത്. അതിന് കോമൺ സെൻസ് ഇല്ല എന്നാണ് പറയാ, അല്ലാണ്ട് അതൊരു ക്വാളിറ്റി ഒന്നല്ല. നീ ഭയങ്കര സൂപ്പറാണെന്ന നിന്റെ വിചാരം? എനിക്ക് കുറച്ച് ബോധമുള്ള കാരണം ഞാൻ എന്നെ ഇൻസൾട്ട് ചെയ്യണില്ല എന്ന് മാത്രം. മനസ്സിൽ വരുന്ന കാര്യം തലച്ചോറിലിട്ടിട്ട് ഒന്ന് ചിന്തിക്കണം. എന്നിട്ട് ആവശ്യമുള്ള സാധനം വേണം നമ്മൾ പുറത്തേക്ക് ഛർദ്ദിക്കാൻ. അതാണ് വിവേകമുള്ളൊരു മനുഷ്യൻ ചെയ്യുക. മനസ്സിലായ?